ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ഓൾ. കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ 15 എപ്പിസോഡ്സ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ 16th എപ്പിസോഡിലാണ്. അതോടൊപ്പം തന്നെ ഇത് കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ലാസ്റ്റ് സെഷനും കൂടിയാണ്. കിർച്ചോഫ്സ് ലോസ് പഠിച്ചതിന് ശേഷം വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നമ്മൾ പഠിച്ചു. പിന്നെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രാക്ടിക്കൽ ഫോമായിട്ടുള്ള മീറ്റർ ബ്രിഡ്ജ് അല്ലെങ്കിൽ സ്ലൈഡ് വയർ ബ്രിഡ്ജ് ഡിവൈസിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യോമീറ്ററാണ്. മീറ്റർ ബ്രിഡ്ജും പൊട്ടൻഷ്യോമീറ്ററും നമുക്ക് ലാബിലുള്ള എക്സ്പെരിമെൻ്റ് കൂടെയാണ് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. പൊട്ടൻഷ്യോമീറ്റർ എന്ന ഡിവൈസ് എന്തിനാണ് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത്? പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത് EMFും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസും വളരെ അക്യുറേറ്റ് ആയിട്ട് EMFും പൊട്ടൻഷ്യൽ ഡിഫറൻസും മെഷർ ചെയ്യാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത്. EMFും പൊട്ടൻഷ്യൽ ഡിഫറൻസും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെയും ഉപയോഗിക്കാം? വോൾട്ട് മീറ്റർ ഉപയോഗിക്കാം. പക്ഷേ വോൾട്ട് മീറ്ററിനേക്കാൾ അക്യുറേറ്റ് മെഷർമെൻറ്റ് നമുക്ക് നൽകുന്നതാണ് ആര്? പൊട്ടൻഷ്യോമീറ്റർ. ഇനി ഈ ഡിവൈസിനെ നമുക്ക് കാണാൻ എങ്ങനെയിരിക്കും? കാണാൻ ഇത് ഏകദേശം മീറ്റർ ബ്രിഡ്ജ് പോലെ തന്നെ ആയിരിക്കും കാണുന്ന സമയത്ത്. കാരണം മീറ്റർ ബ്രിഡ്ജിൽ നമ്മൾ സംസാരിച്ചു, ഒരു വുഡൻ പ്ലാറ്റ്ഫോമിൽ ഒരു 1 മീറ്റർ ലോങ് വയർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുന്നു അല്ലേ? അതുപോലെ തന്നെയാണ് ആരുണ്ടാവുക? പൊട്ടൻഷ്യോമീറ്റർ ഉണ്ടാവുക. പൊട്ടൻഷ്യോമീറ്ററും ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പൊട്ടൻഷ്യോമീറ്ററിനെ കാണാൻ കഴിയുക. പക്ഷേ എന്താണ് ഡിഫറൻസ്? മീറ്റർ ബ്രിഡ്ജിൽ വയറിൻ്റെ ലെങ്ത്ത് 1 മീറ്ററാണ് ഉണ്ടാവുക, 1 മീറ്റർ. എന്നാൽ പൊട്ടൻഷ്യോമീറ്ററിൽ ഇതിൻ്റെ നീളം വളരെ കൂടുതലാണ്. നോർമലി ലോങ് വയർ എന്നാണ് നമ്മൾ പറയുക കേട്ടോ. കൺസിസ്റ്റ് ഓഫ് ലോങ് വയർ of uniform cross section, long wire of uniform cross section, having high resistivity and low temperature coefficient such as constantan or manganine പോലത്തെ ഡിവൈസ് ആണ്, മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മീറ്റർ ബ്രിഡ്ജിൽ വയറിൻ്റെ ലെങ്ത്ത് 1 മീറ്റർ ആണെങ്കിൽ ഇവിടെ വയറിൻ്റെ ലെങ്ത്ത് കൂടുതലാണ്. സാധാരണ നമ്മൾ കാണുന്നിടത്തത് ഉണ്ടാവില്ല 10 മീറ്റർ. ലാബിലൊക്കെ നമ്മൾ കാണുന്ന പൊട്ടൻഷ്യോമീറ്ററിന് ഉണ്ടാവില്ല ഇത് 10 മീറ്റർ ആയിരിക്കും. ഓക്കെ, എന്താണ് 10 മീറ്റർ ആവാനുള്ള റീസൺ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിക്കും. മാത്രമല്ല അത് 10 മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യുക? 10 മീറ്റർ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 10 മീറ്റർ ലെങ്ത് വൈസിലാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിവൈസിൻ്റെ ലെങ്ത്ത് വല്ലാതെ കൂടും. അപ്പോൾ നമ്മൾ ചെയ്യൽ എന്താണെന്ന് വെച്ചാൽ മീറ്റർ ബ്രിഡ്ജ് പോലെ 1 മീറ്ററിൽ വരച്ചിട്ട് 1 മീറ്ററിൽ ഇതാ നോക്കൂ, ഇങ്ങോട്ട് 1 മീറ്റർ വരും. എന്നിട്ട് ഇവിടെ ഒരു ടെർമിനൽസ് ഉണ്ടാവും 2 എണ്ണം. എന്നിട്ട് കോപ്പർ സ്ട്രിപ്പ് വഴി നോർമലി ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവിടുന്ന് അടുത്ത 1 മീറ്റർ ഇങ്ങോട്ട് വരുന്നു. ദെൻ എഗെയിൻ നോക്കുക, ഈ ടെർമിനൽ വഴി ഇതാ ഇവിടുന്ന് അടുത്ത 1 മീറ്റർ ഇങ്ങോട്ട്. ഈ രൂപത്തിലാണ് ഇത്. ഇങ്ങനെ 10 ലൈൻസ് ആണ് നമ്മുടെ നിങ്ങൾ ലാബിൽ കാണുന്ന പൊട്ടൻഷ്യോമീറ്റർ വയറിനുണ്ടാവുക. മനസ്സിലായില്ലേ? നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിളാണ്. ഈ പൊട്ടൻഷ്യോമീറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമുക്ക് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ ഡയഗ്രാം ഫോക്കസ് ചെയ്യാം. ഇവിടെ ഞാൻ AC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിഫോം റെസിസ്റ്റൻസ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. AC ഈസ് എ യൂണിഫോം റെസിസ്റ്റൻസ് വയർ. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? അതിൻ്റെ മീനിങ് നോക്കൂ, ഇവിടെ ഞാൻ 1 സെൻറ്റിമീറ്റർ ലെങ്ത് എടുത്താൽ അവിടെ എത്രയാണോ റെസിസ്റ്റൻസ് കിട്ടുന്നത് അതേ റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഇവിടെയും 1 സെൻറ്റിമീറ്റർ എടുത്താൽ കിട്ടുക. അതാണ് യൂണിഫോം റെസിസ്റ്റൻസ് വയർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ നോക്കൂ, ഈ യൂണിഫോം റെസിസ്റ്റൻസ് വയറിന് എക്രോസിൽ ഞാൻ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ഞാനൊരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെല്ല് ഞാൻ ഇവിടെ കണക്ട് ചെയ്തതോടുകൂടി നോക്കൂ, ഇതൊക്കെ കണക്റ്റിംഗ് വയേഴ്സ് ആണ്. കണക്റ്റിംഗ് വയേഴ്സ് ആർ അസ്യൂംഡ് ടു ബി ഹാവിങ് 0 റെസിസ്റ്റൻസ്. എന്ന് വെച്ചാൽ ഇത് സപ്പോസ് 10 വോൾട്ട് ആണെങ്കിൽ ആ 10 വോൾട്ട് കംപ്ലീറ്റ് എവിടെ ഉണ്ടാവുക? ഇവിടെ എവിടെ ഉണ്ടാവില്ല. ആ 10 വോൾട്ട് കംപ്ലീറ്റ് ഈ ACയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന അർത്ഥം. ACൻ്റെ മൊത്തം ലെങ്ത്ത് 100 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക സപ്പോസ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓരോ സെൻറ്റിമീറ്ററിലും എത്ര ഉണ്ടാവും? 10 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 0.1 വോൾട്ട് പെർ സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. മനസ്സിലായോ? ഞാൻ എക്സാമ്പിളിലൂടെ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാൻ പോകണം. അപ്പം ഞാൻ ചോദിക്കട്ടെ, നോക്കൂ, ഈ B എന്ന് പറഞ്ഞ പോയിന്റ് നോക്കൂ, ഞാൻ ഇവിടെ 1 സെൻറ്റിമീറ്ററിലാണ് വെച്ചതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ABയിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര ആയിരിക്കും? 0.1 വോൾട്ട്. ഇനി B എന്നുള്ള പോയിന്റ് നോക്കൂ, ഇവിടെ 2 സെൻറ്റിമീറ്ററിലാണെങ്കിൽ എത്ര ഉണ്ടാവുക? 0.2 വോൾട്ട് ഉണ്ടാവും. ക്ലിയർ അല്ലേ?
ഇനി ബി കിടക്കുന്നത് ഇവിടെ 10 സെൻറ്റിമീറ്ററിലാണെന്ന് കരുതുമോ. 10 സെൻറ്റിമീറ്ററിലാണെങ്കിൽ 1 സെൻറ്റിമീറ്ററിൽ 0.1 ആണ്. അപ്പോൾ 10 സെൻറ്റിമീറ്ററിൽ 0.1 ഇൻറ്റു 10 ഈക്വൽ എത്ര ഉണ്ടാവുക, 1 വോൾട്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ചെയ്ത അറേഞ്ച്മെൻറ്റ് എന്താ, യൂണിഫോം റെസിസ്റ്റൻസ് വയറിന് അക്രോസിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തു എന്ന് വെച്ചാൽ ഒരു സ്റ്റഡി കറണ്ട് ഐ ഇതിലൂടെ പാസ് ചെയ്ത് തിരിച്ച് ഇതിലൂടെ കയറും എന്ന് വെച്ചാൽ when steady current passes through a uniform resistance wire, PD, potential difference across any length of the wire, എന്ന് വെച്ചാൽ ഈ വയറിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെങ്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ലെങ്ത്തിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V proportional to its length. I repeat, when steady current passes through a uniform resistance wire, PD across any length of the wire is directly proportional to its length, that is V proportional to L. This is the principle of potentiometer. When steady current passes through uniform resistance wire, potential difference across any length of the wire is directly proportional to its length, V proportional to L, or V equal to some constant into L. This constant is either you can represent it as K or phi, K എന്നോ phi എന്നോ represent ചെയ്യാം, KL, or K is called K or phi is called potential gradient. It is called potential gradient. അപ്പോൾ നോക്കൂ, ഈ K or phiക്ക് നമുക്ക് എന്ത് എഴുതാം, K or phi is equal to V divided by L. എന്ന് വെച്ചാൽ എന്താ, പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ്. ഇതിൻ്റെ SI യൂണിറ്റ് എന്താ വരിക, SI ഇൻറ്റു വോൾട്ട് പെർ മീറ്റർ. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് വോൾട്ട് പെർ സെൻറ്റിമീറ്റർ എന്ന യൂണിറ്റ് ആയിരിക്കും. പ്രാക്ടിക്കലി SI ഇൻറ്റു വോൾട്ട് പെർ മീറ്റർ ആണ്, പക്ഷേ നമുക്ക് ഇതിൻ്റെ സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് നമ്മൾ സാധാരണ പറയാം. അപ്പോൾ പൊട്ടൻഷ്യൽ പെർ സെൻറ്റിമീറ്റർ, പൊട്ടൻഷ്യൽ ഗ്രാഡിയൻറ്റ് എന്താ സാധനം, പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് ലെങ്ത്ത്. അപ്പോൾ പ്രിൻസിപ്പിൾ ക്ലിയർ ആയല്ലോ. പൊട്ടൻഷ്യൽ അക്രോസ് എനി ലെങ്ത് ഓഫ് ദ വയർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത് വെൻ സ്റ്റഡി കറണ്ട് പാസസ് ത്രൂ ഇറ്റ്. പലപ്പോഴും കുട്ടികൾ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പറയും V പ്രൊപ്പോർഷണൽ ടു L. പക്ഷേ ആര് V, ഏത് V, L എന്നുള്ളതിനൊന്നും ഒരു അടിസ്ഥാനമില്ല. അപ്പോൾ ആദ്യം നമ്മൾ ആ പർട്ടിക്കുലർ കേസ് നമ്മൾ പറയണം. when steady current passes through uniform resistance wire, PD across any length of the wire. കണ്ടോ, ഈ L എന്ന് പറഞ്ഞത് കോൺസ്റ്റൻ്റ് അല്ല, B ഏത് പോയിൻ്റാണ് നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി ഇത് മൊത്തം L എന്ന് വിളിക്കുകയാണെങ്കിൽ മൊത്തം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ മൊത്തം ലെങ്ത് എന്ന് കൊടുത്താലും നമുക്ക് പൊട്ടൻഷ്യൽ ഗ്രാഡിയൻ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. നമ്മൾ 2 പർപ്പസിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ് നമുക്ക് സിലബസിലുള്ളത്. അതിലൊന്നാമത്തേത് നോക്കൂ, കമ്പാരിസൺ ഓഫ് EMFs ഓഫ് 2 cells. 2 സെല്ലുകളുടെ EMFകൾ കമ്പയർ ചെയ്യാനാണ്. EMFകൾ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ E1 ഡിവൈഡഡ് ബൈ E2 ഇത് എത്രയെന്ന് കണ്ടെത്തുക. ഇതാണ് കമ്പാരിസൺ ഓഫ് EMFs ഓഫ് 2 cells. നമുക്ക് ആദ്യം പൊട്ടൻഷ്യോമീറ്ററിനൊന്ന് പരിചയപ്പെടാം. നോക്കൂ, ഈ A മുതൽ കണ്ടോ നിങ്ങൾ ഒരു വയർ അങ്ങോട്ട് കൊടുത്തത്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രിപ്പാണിത്, പിന്നെ അവിടുന്ന് അടുത്ത് ഉണ്ടോ ഈ രൂപത്തിൽ. ഇങ്ങനെ വരയ്ക്കൽ നിർബന്ധമുണ്ടോ, ഇല്ല. ഇതിന് പകരം നിങ്ങൾ ഇവിടെ AC-ക്ക് ഒറ്റ വരടിച്ചിട്ട് ഇവിടെ C കൊടുത്തിട്ട് അതിന് ഇത്ര ലെങ്ത് ഉണ്ടെന്ന് കാണിച്ചാൽ തന്നെ മതി. പ്രാക്ടിക്കലി ഇത് ഏകദേശം എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ ഇവിടെ വരച്ച് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഡയഗ്രാം ആണെങ്കിലോ ടെക്സ്റ്റ് ബുക്കിൽ അതേ ഡയഗ്രാം ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചതാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നോക്കൂ. അപ്പോൾ ഈ ഇതാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്ട് തന്നെ. അപ്പോൾ ഇത് കണ്ടതൊക്കെ ഒരു പേടിക്കാനില്ല. ഇതെന്താ, ഒരു ലോങ് വയർ മാത്രമാണത്. ഇനി ആ വയറിൻ്റെ അക്രോസ് നിങ്ങൾക്ക് ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാറ്ററിനെ എൻ്റെ സെല്ലിനെ നമ്മൾ വിളിക്കൽ ഡ്രൈവർ സെൽ എന്നാണ്. ഡ്രൈവർ സെൽ പറയാം എന്താണ് കാരണം. ഡ്രൈവർ സെൽ ഇത് ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. ഇതെന്താണ്, ഒരു വേരിയബിൾ റെസിസ്റ്റൻസ്. ഇത് പ്രാക്ടിക്കലി നമ്മൾ ലാബിൽ സാധാരണ ഉപയോഗിക്കൽ ഇതിന് റിയോസ്റ്റാറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുക. റിയോസ്റ്റാറ്റാണ് ഇതിന് പകരം ഉപയോഗിക്കുക. റിയോസ്റ്റാറ്റ് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റിയോസ്റ്റാറ്റ് സർക്യൂട്ടിൽ RH എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക.
റിയോസ്റ്റാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ സർക്യൂട്ടിൽ നമ്മൾ റിയോസ്റ്റാറ്റിനെ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്ത് പറയാം. ഇതൊരു പോയിൻ്ററാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ എൻഡ് ഇപ്പോൾ ഈ ഡയഗ്രത്തിലാണെങ്കിൽ ഈ എൻഡ് നോക്കിവിടെ ബാറ്ററിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യും. ഇതൊരു കീ ഇവിടെ ഉണ്ട്, അപ്പോൾ ഈ എൻഡ് കൂടെ കീയിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് എന്താ സംഭവിക്കുക നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ വേരിയബിൾ റെസിസ്റ്റൻസ് ആണ് ഇവിടെ ആവശ്യമുള്ളത്. വേരിയബിൾ റെസിസ്റ്റൻസ് കിട്ടാൻ നോക്കൂ, ഈ പോയിൻ്റർ ഇതിങ്ങനെ സ്ലൈഡറാണ്, ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റും ഇതിന് മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഈ സ്ലൈഡർ നമ്മൾ എക്സ്ട്രീം എൻഡിൽ ഇവിടെ എത്തിച്ചു എന്നിരിക്കും. ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ കറണ്ട് വന്നു കഴിഞ്ഞാൽ കറണ്ട് ഇങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കറണ്ടിന് മുമ്പിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കയറി ഇങ്ങനെ അങ്ങോട്ടും പോവാം. അതൊരു ബൈപ്പാസിങ് ആണ് അല്ലേ, അങ്ങനെ ബൈപ്പാസിങ് ആണ്. കാരണം അങ്ങനെ പോവുകയാണെങ്കിൽ ഒരിക്കലും ഈ റെസിസ്റ്റർ ഒന്നും എന്തല്ല സർക്യൂട്ടിൽ ഇൻക്ലൂഡഡ് അല്ല. എന്ന് വെച്ചാൽ സീറോ റെസിസ്റ്റൻസ്. അപ്പോൾ അത് എക്സ്ട്രീം എൻഡിൽ കൊണ്ടുവച്ചാൽ കറണ്ടിൽ കൂടെ പോയിട്ട് ഈ റെസിസ്റ്റൻസ് അവിടെ ഇൻഫ്ലുവൻസേ ചെയ്യില്ല. ഇതിലൂടെ കയറിയിട്ട് നേരെ അങ്ങോട്ട് റെസിസ്റ്ററിനെ ബൈപ്പാസ് ചെയ്ത് പോകും. നേരെ മറിച്ച് ഇപ്പം നിൽക്കുന്ന അവസ്ഥയിൽ നോക്കൂ, കറണ്ട് ഇതിൽ കൂടെ വന്ന് പിന്നെ ഈ റെസിസ്റ്ററിലൂടെ വന്നിട്ട് വേണം ഇതിൽ കൂടെ പോകാൻ. എന്ന് വെച്ചാൽ ഇത്രയും ഭാഗത്തെ റെസിസ്റ്റൻസ് ഇപ്പോൾ സർക്യൂട്ടിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നോക്കൂ, ഇത് ഇങ്ങനെ എൻഡിൽ കൊണ്ടുവച്ചാലോ, അപ്പോൾ മൊത്തം റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ ഇൻക്ലൂഡഡ് ആണ്. അതിനുശേഷം വേണം ഇതിലൂടെ കയറി പോകാൻ. അപ്പോൾ വേരിയബിൾ റെസിസ്റ്റൻസ് ആയിട്ട് റിയോസ്റ്റാറ്റ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ, ഇനി നോക്കൂ, ഈ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം കാണിക്കുന്ന സമയത്ത് കാണിക്കൽ നിർബന്ധമില്ല. നിങ്ങൾ കാണിച്ചോളൂ കേട്ടോ. ഏതെങ്കിലും എവിടെയെങ്കിലും ഇതില്ലാതെ നിങ്ങൾ കണ്ടാൽ അത് പൊട്ടൻഷ്യോമീറ്റർ അല്ല എന്ന് പറയേണ്ടതില്ല. കാരണം അതിൻ്റെ കാരണം മനസ്സിലാവണമെങ്കിൽ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയണം. അത് പ്രാക്ടിക്കലിയാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുക. ഞാനിവിടെ സംസാരിക്കും, ഇപ്പോഴല്ല, കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് എന്താണ് ഇയാൾ ആവശ്യം എന്ന് നമ്മൾ സംസാരിക്കും. ഇയാൾ ഇവിടെ ഇല്ലെങ്കിലും ഇത് ഫങ്ഷൻ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ റിയോസ്റ്റാറ്റിനെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് സർക്യൂട്ടിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു. ഒന്നുകൂടെ നോക്കൂ, AC എന്ന യൂണിഫോം റെസിസ്റ്റൻസ് വയർ ACൻ്റെ അക്രോസിൽ നമ്മൾ ബാറ്ററി ഡ്രൈവർ സെല്ല് കണക്ട് ചെയ്തു. റിയോസ്റ്റാറ്റ് ആവശ്യമാണെങ്കിൽ റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തു. ദെൻ ഒരു കീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയൊക്കെ ഈ റിയോസ്റ്റാറ്റിൽ ഇവിടെ സീറോ റെസിസ്റ്റൻസ് ആണെങ്കിൽ എന്താ സംഭവിക്കും നോക്കൂ. സെല്ല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 വോൾട്ട് ആണെങ്കിൽ ആ 10 വോൾട്ട് എവിടെ ഉണ്ടാവുക, ഈ AC യൂണിഫോം റെസിസ്റ്റൻസ് വയറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കും. പിന്നെ ബാറ്ററിയിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്ന Aയിലേക്കും ഇവിടെ Cയിലേക്കും കണക്ട് ചെയ്യുന്ന അതൊക്കെ കണക്റ്റിംഗ് വയേഴ്സാണ്, കണക്റ്റിംഗ് വയേഴ്സ്. ഇനി നോക്കൂ, അടുത്ത ഭാഗം, സർക്യൂട്ടിൻ്റെ അടുത്ത ഭാഗം നോക്കൂ. Aയിൽ നിന്ന് നമുക്ക് ഏത് രണ്ട് സെല്ലിൻ്റെ EMFകളാണോ കമ്പയർ ചെയ്യേണ്ടത് ആ സെല്ലുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നോക്കൂ, E1 ഇവിടെ E2. എന്നിട്ട് ഈ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ വിളിക്കൽ 2 വേ കീ എന്നാണ്. 2 വേ, ഇതിനെ വിളിക്കൽ 2 വേ കീ എന്നാണ് നമ്മൾ വിളിക്കുക. 2 വേ കീ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ നോക്കൂ 2 ഗ്യാപ്പുകളുണ്ട്. കണ്ടോ, ഈ ഗ്യാപ്പ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച റെസിസ്റ്റൻസ് ബോക്സ് പോലെ, റെസിസ്റ്റൻസ് ബോക്സിൽ കണ്ടില്ലേ നമ്മൾ അവിടെ കീ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നത്, ഏത് കീയാണ് നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്യുന്നത് ആ റെസിസ്റ്ററാണ് ഇൻക്ലൂഡഡ് ആവുന്നത്. അതുപോലെ തന്നെയുള്ള 2 ഹോൾസാണ്. ഇത്ര ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. ഇവിടെ 2 ഹോൾസ്, ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും, ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. പക്ഷേ ഇൻസേർട്ട് ചെയ്യാൻ ഒരു കീ ഉണ്ടാവുള്ളൂ. അപ്പോൾ സപ്പോസ് നമ്മളിവിടെ ഈ 1ൻ്റെയും 3ൻ്റെയും ഇടയിലാണ് കണക്ട് ചെയ്തതെന്ന് വിചാരിക്കുക, മീൻസ് ഇൻസേർട്ട് ചെയ്ത്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ 1ഉം 3ഉം കണക്റ്റഡായി. 1ഉം 3ഉം കണക്റ്റഡായി എന്ന് പറഞ്ഞാൽ സെല്ല് E1 സർക്യൂട്ടിൽ ഇൻക്ലൂഡഡ് ആയി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സെൽ E1 സർക്യൂട്ടിൽ ഇൻക്ലൂഡഡ് ആയി. മനസ്സിലായോ? ഓക്കെ, ഇനി വീണ്ടും ശ്രദ്ധിക്കൂ, നോക്കൂ. അപ്പോൾ E2 ഇപ്പോൾ സർക്യൂട്ടിലില്ല. ഇനി നോക്കി, ഈ കീ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്തെങ്കിൽ 2ഉം 3ഉം കണക്ട് ചെയ്തു. 2ഉം 3ഉം കണക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ സെൽ E2 ആണ് ഇപ്പോൾ സർക്യൂട്ടിലുള്ളത്. E1 ഇപ്പോൾ സർക്യൂട്ടിൽ ഇൻക്ലൂഡഡ് അല്ല. മനസ്സിലായോ? ഓക്കെ, അതാണ് 2 വേ കീ. ഇനി നോക്കൂ, അവിടുന്ന് ഈ ടെർമിനലിൽ നിന്ന് 3rd ടെർമിനലിൽ നിന്ന് ഇവിടെ നിന്ന് എടുത്തിട്ട് ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളൊരു ലോങ് വയർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എൻഡിനെ നമ്മൾ ജോക്കി എന്ന് വിളിക്കുന്നു, നിങ്ങൾക്കറിയാം. അത് നമുക്ക് മീറ്റർ പിടിച്ച് ചെയ്ത പോലെ തന്നെ നമ്മൾ എക്സ്പെരിമെൻറ്റിൻ്റെ ആദ്യ ഭാഗത്ത് Aയിൽ ടച്ച് ചെയ്യുന്നു, അപ്പോൾ ഒരു ഭാഗത്തേക്ക് ഡിഫ്ലക്ഷൻ കാണിക്കണം. പിന്നെ Cയിൽ ടച്ച് ചെയ്യുന്നു, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ കാണിക്കണം. ഇനി ഇവിടുന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക?
ഇത് നമ്മളിങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കും. അതാണ് നൾ പോയിന്റ് അല്ലെങ്കിൽ ബാലൻസ് പോയിന്റ്. ഇത് ആദ്യഘട്ടത്തിൽ കിട്ടിയ ഒരു ബാലൻസ് പോയിന്റാണ്. പിന്നീട് ഉള്ള കാരണം സെല്ല് E1ൻ്റെ കേസിൽ കിട്ടിയ ബാലൻസ് പോയിന്റാണ്. പിന്നെ നമ്മൾ ഇവിടെ റിമൂവ് ചെയ്ത് ഡിസ്കണക്ട് ചെയ്ത് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ബാലൻസ് ലെങ്ത് കിട്ടാം. അങ്ങനത്താണ് ഇവിടെ രണ്ടെണ്ണം ഇവിടെ റെപ്രസെൻറ്റ് ചെയ്ത്. രണ്ട് അറ്റ് എ ടൈമിൽ കിട്ടിയല്ല, രണ്ട് വ്യത്യസ്ത സാഹചര്യത്തിൽ കിട്ടിയതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ, പറയാം. അപ്പോൾ ഞാൻ ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിനെ കുറിച്ചാണ് ഞാൻ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ എങ്ങനെയാണ് നമുക്കിത് ലഭിക്കുന്നത്, എന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നോക്കുമ്പോൾ K1 ക്ലോസ് ചെയ്തു എന്ന് വെച്ചാൽ ഇവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. ദെൻ അതേ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്തു, ഒന്നാമത്തെ സെല്ലിനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. ഞാൻ ഒന്നാമത്തെ സെല്ലിനെ ഇൻക്ലൂഡ് ചെയ്തു. ഇപ്പോൾ E1 സർക്യൂട്ടിൽ ഇൻക്ലൂഡഡ് ആണ്. ഞാൻ ജോക്കി എടുത്തിട്ട് എയിൽ ടച്ച് ചെയ്തു, സിയിൽ ടച്ച് ചെയ്തു, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ സർക്യൂട്ട് ഓക്കെയാണ്. അപ്പോൾ സംവേർ ഇൻ ബിറ്റ്വീൻ ഐ വിൽ ഗെറ്റ് ദ ബാലൻസ് പോയിന്റ്. ഓക്കെ, കാരണം രണ്ട് ഭാഗത്തും ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത ഇടയിൽ ഇവിടെ ഒരു സ്ഥലത്ത് സീറോ ഡിഫ്ലക്ഷൻ കിട്ടുന്നതാണല്ലോ. അത് മനസ്സിലായല്ലോ? ഓക്കെ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, സപ്പോസ് ഒന്നാമത്തെ സെല്ലിൽ നമ്മൾ ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് ബാലൻസ് ലെങ്ത് കിട്ടി. അപ്പോൾ എ മുതൽ ഇതുവരെയുള്ള ലെങ്ത്ത് സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ട്. കാരണം നോർമലി ഇത് 1 മീറ്റർ ഉണ്ടാവുക. അപ്പോൾ 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, പിന്നെ ഇവിടെ നിന്നിട്ടുള്ളത് മാത്രം മെഷർ ചെയ്താൽ മതിയാവും. അപ്പോൾ 300 and something ആണ് നോർമലി നമുക്ക് കിട്ടുക. ലാബിലുള്ളതിനാണ് തോന്നിയാൽ 1 മീറ്റർ എന്ന് പറഞ്ഞത്. ഇത് എല്ലാ പൊട്ടൻഷ്യൽ മീറ്ററിലും ഇങ്ങനെ 1 മീറ്ററിനാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, ആ ബാലൻസ് ലെങ്ത് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി കേട്ടോ. എഴുതാനാകെ 2 സ്റ്റെപ്പ് ഇനിയുള്ളൂ. ഇനി ആവുള്ളൂ. പക്ഷേ അത് എങ്ങനെയാണ് കിട്ടുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നത് എന്താ പറയുക, അങ്ങനെ ബാലൻസ് ലെങ്ത് കിട്ടിയാൽ ഞാൻ എഴുതും E1 പ്രപ്പോർഷണൽ ടു L1 എഴുതി. E1 പ്രപ്പോർഷണൽ ടു L1. ഓക്കെ, എന്ത് അടിസ്ഥാനത്തിലാണ് ഞാനിത് എഴുതിയത്? ഇതാണ് ഇനി അറിയേണ്ടത്. നോക്കൂ, ഇവിടെ 0 റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിച്ചോളൂ. ഈ സെല്ല് 10 വോൾട്ടാണ്. സപ്പോസ് 10 വോൾട്ടാണ്. ഇതാകെ 1 മീറ്ററേ മൊത്തത്തിലുള്ളൂ എന്ന് വിചാരിക്കാം. സപ്പോസ് 1 മീറ്റർ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ സെൻറ്റിമീറ്ററിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, പ്രിൻസിപ്പിളിൽ പറഞ്ഞ പോലെ 0.1 വോൾട്ട് ആണല്ലോ ഓരോ സെൻറ്റിമീറ്ററിലും ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നോക്കൂ, ഇയാളുടെ ഈ EMF എന്ന് പറയുന്നത്, സപ്പോസ് ഞാൻ ഇവിടെ ജസ്റ്റ് പറയാണ്, ഇയാളുടെ EMF എന്ന് പറഞ്ഞാൽ ഒരു 6 വോൾട്ടാണെന്ന് കരുതുക. 6 വോൾട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ജോക്കി എടുത്തിട്ട് അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടേക്ക് എനിക്ക് ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. സപ്പോസ് ഞാൻ ഇവിടെ കാണിച്ച് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്തു. ഇവിടെ ടച്ച് ചെയ്ത സമയത്ത് എനിക്ക് ഡിഫ്ലക്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ലെങ്ത് എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. അതിനാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്തത്. നോക്കൂ, ഇയാൾ നമ്മൾ എത്ര പറഞ്ഞത് 10 വോൾട്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ സെൻറ്റിമീറ്ററിലും എത്രയാണ്? 0.1 വോൾട്ട്. നമ്മൾ ഏത് സെല്ലിനെ ബാലൻസ് ചെയ്യിക്കുന്നത്? 6 വോൾട്ട് സെല്ലിനെയാണ് ബാലൻസ് ചെയ്യിക്കുന്നത്. ഞാനിവിടെ ഇത്രയും ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 30 സെൻറ്റിമീറ്റർ എന്ന് കരുതിക്കോളും. 30 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്നിട്ട് 30 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 30 സെൻറ്റിമീറ്ററിൽ എത്രയാണ് ഉണ്ടാവുക? 30 × 0.1 വോൾട്ട് എന്ന് വെച്ചാൽ എത്ര? 3 വോൾട്ടാണ് 30 സെൻറ്റിമീറ്ററിലുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചപ്പോൾ 30 സെൻറ്റിമീറ്ററിൽ വെച്ചപ്പോൾ എനിക്കവിടെ 3 വോൾട്ടാണ് അവിടെ ഇയാളെ വക കിട്ടുക. പക്ഷേ അപ്പോഴും ഇവിടെ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? നോക്കൂ, ഇപ്പോൾ ഞാൻ ഇതിനെ തൽക്കാലം D എന്ന് വിളിക്കാം. AD ലെങ്ത്തിൽ 3 വോൾട്ട് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അക്രോസിൽ നോക്കൂ, ഇവിടെ ഉള്ളത് എത്ര? 6 വോൾട്ടാണ്. അപ്പോൾ നോക്കൂ, മുകളിൽ 6 വോൾട്ട്, താഴെ 3 വോൾട്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര വരിക? 6 - 3, പിന്നെ ഒരു 3 വോൾട്ട് ഉണ്ട്. ആ 3 വോൾട്ടിന് സമാനമായ കറണ്ട് ഇതിൽ കൂടെ പോകും. അതാണ് ഗാൽവനോമീറ്റർ ആ സമയത്ത് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കൂ, 3 വോൾട്ടിൽ ഞാൻ കുറച്ചും കൂടെ ഇങ്ങോട്ട് മുന്നോട്ട് ഇങ്ങനെ വന്ന് ഏകദേശം ഇവിടെ എത്തിയിരിക്കുക. അപ്പോൾ ഇതെന്തായി? ഇതാ നോക്കൂ, ഏകദേശം ഞാൻ ഇവിടെ എത്തി. അവിടെ എത്തിയ സമയത്ത് ഇത് 4 വോൾട്ട്, ഇത്രയും ഭാഗത്ത് 4 വോൾട്ട് ഉണ്ട് എന്ന് കരുതിക്കോളും. സപ്പോസ് 4 വോൾട്ട് ഉണ്ട്. അങ്ങനെ ഇത്രയും ഭാഗത്ത് 4 വോൾട്ട് ഉണ്ടെങ്കിൽ മേലെ എത്രയുള്ളത്? 6. അപ്പോൾ 6ഉം 4ഉം, അപ്പോൾ ഡിഫറൻസ് എത്ര? 2. ആ 2 വോൾട്ടിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കറണ്ട് ആയിരിക്കും ഇപ്പോൾ ഗാൽവനോമീറ്ററിൽ പോകുക. എന്ന് വെച്ചാൽ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ കുറഞ്ഞ് വരിക. കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ 5 വോൾട്ടായി. 5 വോൾട്ടിലാകുന്ന സമയത്ത് എനിക്ക് വീണ്ടും ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കുറഞ്ഞു. കാരണം മുകളിൽ 6, താഴെ 5 ഡിഫറൻസ് വന്നുള്ളൂ.
ഇനി കുറച്ചും കൂടെ പോകുന്ന സമയത്ത് സപ്പോസ് എനിക്കിപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഈ പോയിന്റിലാണ് എനിക്ക് 0 ഡിഫ്ലക്ഷൻ കിട്ടിയെന്ന് ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ 6 വോൾട്ട് ഉണ്ട്. 6 വോൾട്ട് മുകളിലും എത്ര 6 വോൾട്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര 0. അപ്പോൾ ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷനാണ് ഗാൽവനോമീറ്റർ കാണിക്കുക. മനസ്സിലായോ? ഗാൽവനോമീറ്റർ ഷോസ് 0 ഡിഫ്ലക്ഷൻ. റെഡിയല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് എന്തായിരുന്നു? ഇവിടെ എഴുതേണ്ട ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ച പോലെ പറയുകയാണെങ്കിൽ പി ഡി എക്രോസ്. ഇപ്പോൾ നോക്കൂ, ഞാൻ ഈ പോയിന്റിന് ബാലൻസ് ലെങ്ത് കിട്ടിയത് ഇപ്പോൾ ഇവിടെ N1-ലാണ്. അപ്പോൾ പി ഡി എക്രോസ് എൻ വൺ ലെങ്ത്തിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊപ്പോർഷണൽ ടു L1 എന്നായതുണ്ട്. L1 എന്ന് പറഞ്ഞാൽ N1 തന്നെ. അപ്പോൾ പി ഡി എക്രോസ് L1 ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു L1 എന്ന് പറയുന്നതിന് പകരം ഞാനിവിടെ E1 പ്രൊപ്പോർഷണൽ ടു L1 എന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായത് കരുതുന്നു. എന്താ കാരണം? ഈ L1 അല്ലെങ്കിൽ N1 ലെങ്ത്തിലെ പൊട്ടൻഷ്യൽ ഡ്രോപ്പും ഇയാളും ബാലൻസായി ഈക്വൽ ആയതുകൊണ്ടാണ് ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ എന്തെഴുതാം? പി ഡി എക്രോസ് L1 പ്രൊപ്പോർഷണൽ ടു L1 എന്ന് എഴുതാം. ഒരു കുഴപ്പമില്ല. പക്ഷേ പി ഡി എക്രോസ് L1 ഇൻ ദിസ് കേസ് ഈസ് ഈക്വൽ ടു EMF E1. അത് E1-ന് ഈക്വലാണ്. അതുകൊണ്ടാണ് 0 ഡിഫ്ലക്ഷൻ കാണിച്ചത്. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, പരീക്ഷയ്ക്ക് എഴുതാനുള്ളതല്ല. കാരണം നിങ്ങൾക്ക് ധാരണ കിട്ടാൻ, കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും സംസാരിച്ചത്. പരീക്ഷയ്ക്ക് നോക്കൂ, ഡയഗ്രാം വെച്ചിട്ട് മൂവ് ദ ജോക്കി അലോങ് ദ വയർ ടിൽ ദ ഗാൽവനോമീറ്റർ ഷോസ് 0 ഡിഫ്ലക്ഷൻ. Now you can say the balance length is L1, therefore E1 proportional L1 finished. After that you disconnect here and connect between 2 and 3. അങ്ങനെ ആകുമ്പോൾ E2 ഇൻക്ലൂഡഡ് ആയി. അഗെയിൻ പ്രൊസീഡ് ദ സെയിം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ബാലൻസ് ലെങ്ത് കിട്ടി നിങ്ങൾക്ക് ഇവിടെയാണ്, അവർക്കുള്ള ലെങ്ത് L2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ E2 പ്രൊപ്പോർഷണൽ ടു L2 കഴിഞ്ഞിടും, ഇനിയൊന്നുമില്ല. അപ്പോൾ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ E1 ഡിവൈഡഡ് ബൈ E2 ഈസ് ഈക്വൽ ടു L1 ഡിവൈഡഡ് ബൈ L2. അപ്പോൾ L1 L2 നമ്മൾ സർക്യൂട്ടിൽ നിന്ന് മെഷർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പാരിസൺ കംപ്ലീറ്റ് ആയി. നമ്പർ 1 കഴിഞ്ഞു. മനസ്സിലായല്ലോ? ഓക്കെ. അടുത്ത് നോക്കൂ, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. നമുക്ക് ഇവിടെ ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇയാളെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടെത്തലാണ് പണി. അതാണ് നമ്മുടെ ടാസ്ക്. ഈ പാർട്ടൊന്നും ഞാൻ പറയേണ്ടതില്ല, നേരത്തെ പോലെ തന്നെ. ഇവിടെ നോക്കൂ, എയിൽ നിന്ന് സെല്ല് കണക്ട് ചെയ്തു. ആ സെല്ലിന് കുറുകെ, സെല്ലിന് അക്രോസിൽ ഒരു റെസിസ്റ്റൻസ് ബോക്സും ഒരു കീയും കണക്ട് ചെയ്തു. റെസിസ്റ്റൻസ് ബോക്സ് ഞാൻ പറയേണ്ടതില്ല. അതിന് നമ്മൾ എത്രയാണോ റെസിസ്റ്റൻസ് അതിന് നമ്മൾ എടുത്തിട്ടുള്ളത് അതാണ് ക്യാപിറ്റൽ ആർ. ഓക്കെ, എത്ര റെസിസ്റ്റൻസാണോ സർക്യൂട്ടിൽ കൊടുത്തിട്ടുള്ളത് അത് ക്യാപിറ്റൽ ആർ. ഇവിടെ ഒരു കീ ക്യാറ്റ്, ഇവിടെ K1 ഓൾറെഡി ഉണ്ട്, ഇത് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. ഓക്കെ, എന്നിട്ട് ഇത് കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് തമ്മിൽ പാരലാണ്. എന്നിട്ട് അവിടെ നിന്നാണ് ഗാൽവനോമീറ്ററും പിന്നെ ജോക്കിയും കണക്ട് ചെയ്തിരിക്കുന്നത്. നോക്കാം നമുക്ക്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ K1-ൻ്റെ ഇത് ഇവിടുന്ന് കീ റിമൂവ് ചെയ്യുക. കീ റിമൂവ് ചെയ്താൽ ഇവിടെ സർക്യൂട്ട് ബ്രേക്കായി. എന്ന് വെച്ചാൽ ആര് മാത്രമേ ഇപ്പോൾ സർക്യൂട്ടിൽ ഉണ്ടാവുള്ളൂ? സെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. സെല്ല് മാത്രമാണ് അപ്പോൾ സർക്യൂട്ടിൽ ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ എന്നിട്ട് ബാലൻസ് ലെങ്ത് കാണാം. അപ്പോൾ നമ്മൾ എന്താ എഴുതാം? E പ്രൊപ്പോർഷണൽ ടു L1 എന്ന് എഴുതും. നേരത്തെ അതേപോലെ തന്നെ E പ്രൊപ്പോർഷണൽ ടു L1, നോ ഇഷ്യൂ. ആ സമയത്ത് AN1 ഇതാ അവിടെയാണ് ആദ്യം കിട്ടി. അപ്പോൾ AN1-നെയാണ് നമ്മൾ L1 എന്ന് വിളിച്ച്. അപ്പോൾ E പ്രൊപ്പോർഷണൽ ടു L1, നോ ഇഷ്യൂ. ഇനി നമ്മൾ ചെയ്യുന്നത് നോക്കും, ഇവിടെ കീ K2 ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാറ്? എന്നിട്ട് ബാലൻസ് ലെങ്ത് നമ്മൾ കണ്ടു. അപ്പോഴാണ് നമുക്ക് N2 കിട്ടിയത്. N2. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ പ്രൊപ്പോർഷണൽ ടു L2 ആണ്. പക്ഷേ ആര് പ്രൊപ്പോർഷണൽ ടു? ഇതാ ഇവിടെ LHS എഴുതിയില്ല, പറയാൻ പോകാം. ആര് പ്രൊപ്പോർഷണൽ ടു നോക്കും. ഇവിടെ ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ കൂടെ കറണ്ട് ഇല്ല, ഇതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല. ഗാൽവനോമീറ്ററിലൂടെ 0 കറണ്ടാണ് ആ സമയത്ത് പോകുന്നത്. പക്ഷേ ആ സമയത്ത് നോക്കൂ, ഇതിലൂടെ കറണ്ട് പോകുന്നുണ്ട്. കണ്ടോ, ഇവിടെ സർക്യൂട്ട് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇതിലൂടെ കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ബാലൻസ് ചെയ്തത് EMF-നാണ്. എന്താ EMF എന്ന് പറഞ്ഞാൽ സെല്ലിൽ നിന്ന് കറണ്ട് വലിക്കാത്ത സമയത്തെ അതിൻ്റെ ടെർമിനൽസിൻ്റെ അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കൂ, ഇവിടെ സെല്ലിൽ നിന്ന് കറണ്ട്, ഇതിലൂടെ കറണ്ട് വരുന്നില്ലെങ്കിലും ഇതിലൂടെ കറണ്ട് ഉണ്ട്. എന്ന് വെച്ചാൽ സെല്ലിൽ നിന്ന് കറണ്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെർമിനലിൻ്റെ അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മളിവിടെ ബാലൻസ് ചെയ്ത്, അതിൻ്റെ പേരാണ് ടെർമിനൽ PD.
അപ്പോൾ സെക്കൻഡ് ടൈം നമ്മളിവിടെ ബാലൻസ് വെച്ചത് ആരെയാണ്? ടെർമിനൽ പീഡിയനെയാണ് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. ബാലൻസ് ചെയ്യുന്നത് ടെർമിനൽ പീഡിയാണ്. കാരണം ഇതിലൂടെ കറണ്ട് പോകുന്നില്ലെങ്കിലും ഇവിടെ അപ്പോൾ കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വി ആർ ബാലൻസിങ് നോട്ട് ദ EMF ബട്ട് ദ ടെർമിനൽ പീഡി. മനസ്സിലായോ? ടെർമിനൽ പീഡിനെയാണ് ബാലൻസ് ചെയ്യുന്നത്. അത് നമുക്ക് ഇക്വേഷൻ 1/2 നമ്മൾ ചെയ്യാം. ഇക്വേഷൻ 1/2 implies E/V = L1 / L2. ആ ബേസിക് ഐഡിയ ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും വർക്കിങ്ങിലുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല. E/V = L1 / L2. ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ലിൻ്റെ ഇക്വേഷൻ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. എന്താ? E/V - 1 × R. ഇത് നമ്മൾ മുമ്പ് ഡിറൈവ് ചെയ്താണ്. സെൽ ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിറൈവ് ചെയ്താണ്. അതിൽ E/V ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. R എന്ന് പറഞ്ഞത് നമ്മൾ റെസിസ്റ്റൻസ് ബോക്സിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. Therefore you can write this is L1 / L2 - 1 × R. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഒരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ സെൻസിറ്റിവിറ്റി എന്താണെന്ന് പറയാം. സെൻസിറ്റിവിറ്റി, നമ്മൾ ഒരാളുടെ ചെവി ഭയങ്കര സെൻസിറ്റീവാന്ന് നമ്മളിപ്പോൾ പറയാം. നമ്മൾ വെറുതെ സ്വകാര്യം പറയുന്നത് വരെ മൂപ്പർക്ക് കേൾക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ മെല്ലെ പതുക്കെ പറയുന്നത് വരെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സെൻസിറ്റീവാക്കുമെന്ന് നമ്മൾ പറയും അല്ലേ? അതുപോലെ തന്നെയാണ് പൊട്ടൻഷ്യോമീറ്റർ സെൻസിറ്റീവ് എന്ന് പറയുന്നത്. വളരെ ചെറിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരെ ആ പൊട്ടൻഷ്യോമീറ്ററിനെ മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ പറയും അതിന് ഭയങ്കര സെൻസിറ്റിവിറ്റി ഉണ്ട്, ഹൈലി സെൻസിറ്റീവാണ്. ഈ സെൻസിറ്റിവിറ്റി കൂടണമെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്തായിരിക്കണം? ചെറുതായിരിക്കണം. എത്രത്തോളം പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ചെറുതാവുന്നു എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ വയർ അല്ലേ? നമ്മൾ വോൾട്ട് പെർ സെൻറ്റിമീറ്റർ പറഞ്ഞില്ലേ? അത് എത്രത്തോളം ചെറുതാവുന്നോ അത്രത്തോളം പൊട്ടൻഷ്യൽ സെൻസിറ്റിവിറ്റി കൂടും. അതെന്താ കാരണം? അത് വളരെ സിമ്പിൾ ലോജിക്കാണ്. കാരണം നോക്കി, ഇവിടെ 1 സെൻറ്റിമീറ്ററിൽ 1 വോൾട്ട് ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 0.1 വോൾട്ട് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ 1 സെൻറ്റിമീറ്ററിൽ 1 വോൾട്ട് ആണെങ്കിൽ 1 മില്ലിമീറ്ററിൽ 0.1 വോൾട്ട് ഉണ്ടാകാം. എന്ന് വെച്ചാൽ ജോക്ക് ഇവിടെ ടച്ച് ചെയ്യുമ്പോഴത്തേനും തന്നെ ബാലൻസ്ഡ് ആവും. എന്ന് വെച്ചാൽ 0.1 വോൾട്ടുള്ള ഒരു സെല്ലിനെ നമുക്കിവിടെ ബാലൻസ് ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. നേരെ മറിച്ച് ഇവിടെ പിന്നെ 1 സെൻറ്റിമീറ്ററിൽ 0.01 വോൾട്ട് ആണ്, അല്ലെങ്കിൽ 0.001 വോൾട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൈന്യൂട്ട് പൊട്ടൻഷ്യൽ EMFനെ വരെ നമുക്കിവിടെ ബാലൻസ് ചെയ്യാൻ കഴിയും. അപ്പോൾ സ്മോളർ ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഗ്രേറ്റർ ഈസ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ സെൻസിറ്റിവിറ്റി കൂട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ? പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് കുറക്കുക. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് കുറക്കാൻ നമ്മുടെ കയ്യിൽ 2 വഴികളുണ്ട്. അത് നോക്കൂ. അത് നമുക്ക് വീണ്ടും ഡയഗ്രത്തിലേക്ക് പോകാം. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് കുറക്കാനുള്ള ഒരു വഴി എന്താ പറയുക? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇയാൾ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇയാളൊരു അത്യാവശ്യ ഘടകമില്ല, ഇയാൾ ആവശ്യം വേറെ വരുന്നുള്ളൂ. നമുക്കിവിടെ സെല്ലുണ്ട്. സെല്ലിൽ ഇവിടെ 10 വോൾട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ആകെ 100 സെൻറ്റിമീറ്റർ ഉള്ളൂ. 100 സെൻറ്റിമീറ്ററിലുണ്ടെങ്കിൽ അപ്പോൾ എത്ര വരിക? 0.1 വോൾട്ട് പെർ സെൻറ്റിമീറ്ററാണ് വരിക. പക്ഷേ ഇവിടെ 100 സെൻറ്റിമീറ്ററിന് പകരം ഞാൻ ഇവിടെ 1000 സെൻറ്റിമീറ്റർ 10 മീറ്റർ നീളമുള്ള വയറാണ് ഉപയോഗിക്കുന്നതെങ്കിലോ അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 100ന് പകരം 10 ഡിവൈഡഡ് ബൈ 1000 വരിക അല്ലേ? അപ്പോൾ = 0.01 വോൾട്ട് പെർ സെൻറ്റിമീറ്റർ കിട്ടും. എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് കുറഞ്ഞില്ലേ? അപ്പോൾ ഇൻ ഓർഡർ ടു ഡിക്രീസ് ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് യു ക്യാൻ ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ വയർ. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വയറിൻ്റെ നീളം കൂട്ടിയാൽ മതി എന്നുള്ളതാണ് ഒരു പോയിന്റ്. അത് ക്ലിയർ ആണല്ലോ? പൊട്ടൻഷ്യോമീറ്റർ വയറിൻ്റെ ലെങ്ത്ത് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. ഇനി മിക്ക പൊട്ടൻഷ്യോമീറ്ററിൽ ഈ വയറിൻ്റെ നീളം കൂട്ടാൻ പറ്റില്ല. കാരണം അതോടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് കൂട്ടാൻ ഒരു പ്രൊവിഷൻ, ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ആദ്യത്തെ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ആദ്യത്തെ പോയിന്റ് നോക്കുമ്പോൾ ഫോർ എ ഗിവൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് നമ്മൾ ഡ്രൈവർ സെല്ല് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ദ ലെങ്ത് ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ വയർ. മനസ്സിലായല്ലോ? ഓക്കെ. അതായത് മാറ്റം ഓപ്ഷനിൽ പറഞ്ഞാൽ ഇയാൾ 10 വോൾട്ടാണ്. ഇയാൾ 10 വോൾട്ടിന് പകരം ഇവിടെ ഒരു 2 വോൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഈ 2 വോൾട്ട് അല്ലേ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അങ്ങനെ നമുക്ക് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് കുറക്കാൻ പറ്റും. പക്ഷേ നമുക്ക് 2 വോൾട്ട് ഇല്ല, നമുക്ക് ഇയാൾ തന്നെ ഉള്ളൂ. ഇത് മാറ്റാൻ ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണെങ്കിലാണ് ഇതുമല്ല, അല്ലെങ്കിൽ ഇയാളെ കുറച്ചാൽ മതി. റെഡി. ഇനി അടുത്തത് നോക്കൂ. ഇയാളെ മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല, പിന്നെ വയർ ലെങ്ത്ത് കുറക്കാനുള്ള ഓപ്ഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത പരിപാടി എന്താ? അതിനാണ് റിയോസ്റ്റാറ്റ്, വേരിയബിൾ റെസിസ്റ്റൻസ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കാറ്? ഇപ്പോൾ ഇത് 10 വോൾട്ട് ആണെങ്കിൽ ഈ 10 വോൾട്ടിൽ ഒരു 3 വോൾട്ട്
ഈ റെസിസ്റ്ററിന് അക്രോസിൽ നഷ്ടപ്പെട്ടു ഡ്രോപ്പ് ചെയ്തു. അങ്ങനെയാണ് ബാക്കി 7 വോൾട്ട് പിന്നെ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഓരോ സെൻറ്റിമീറ്ററിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കുറവായിരിക്കും. മനസ്സിലായോ? ഈ പറഞ്ഞ കാര്യം തന്നെ വേറൊരു രൂപത്തിലും കൂടി പറയാം. അതെങ്ങനെ? ഇപ്പോൾ ഇവിടെ 10 വോൾട്ട് ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, പിന്നെ ഇതിന് ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. റെഡിയല്ലേ? അപ്പോൾ കറണ്ട് എങ്ങനെ മെഷർ ചെയ്യുക? കറണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 10 വോൾട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതേ പ്ലസ് ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കറണ്ട്, ഇതിലൂടെ പോയിക്കൊണ്ടിരുന്ന കറണ്ട് കുറഞ്ഞു. കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെൻറ്റിമീറ്ററിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഓംസിലോ അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം? വി ഈക്വൽ ടു IR ആണ്. അപ്പോൾ I ഇൻറ്റു ആ ലെങ്ത്തിൻ്റെ റെസിസ്റ്റൻസ് അല്ലേ? ആ ലെങ്ത്തിൻ്റെ റെസിസ്റ്റൻസ് ലെറ്റ് ഇറ്റ് ബി സ്മോളർ. അത് ഇൻ്റർ റെസിസ്റ്റൻസ് അല്ല കേട്ടോ, അതായത് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഉള്ള ഐക്കാണ് അവിടെ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ I ചെറുതാകുന്നതിനനുസരിച്ചിട്ട് ഇയാളുടെ വാല്യൂ മാറില്ല, അത് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കുറഞ്ഞു. അതായത് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റിൻ്റെ വാല്യൂ കൺട്രോൾ ചെയ്തുകൊണ്ട്, ഡിഗ്രീസ് ചെയ്തുകൊണ്ട് പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ നിങ്ങൾക്ക് കുറക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് ചുരുക്കം. മനസ്സിലായോ? റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ അതെങ്ങനെ ചെയ്യുക? കറണ്ട് എങ്ങനെ കുറക്കൽ? ഇവിടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഫോർ എ പൊട്ടൻഷ്യോമീറ്റർ ഓഫ് ഫിക്സ്ഡ് വയർ ലെങ്ത് പൊട്ടൻഷ്യൽ ഗ്രാഡിയൻറ്റ് ക്യാൻ ബി ഡിക്രീസ്ഡ് ബൈ റെഡ്യൂസിങ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. അതെങ്ങനെ കറണ്ടിൻ്റെ വാല്യൂ കുറക്കുക? ഇൻക്രീസിങ് ദ റെസിസ്റ്റൻസ് കൂട്ടുക. അതെങ്ങനെ ചെയ്യുക? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റിയോസ്റ്റാറ്റ്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ റിയോസ്റ്റാറ്റിൻ്റെ ഫംഗ്ഷൻ മനസ്സിലായില്ലേ? അപ്പോൾ റിയോസ്റ്റാറ്റ് എപ്പോഴാണ് ശരിക്കും ആവശ്യം വരുന്നത്? നമുക്ക് കറണ്ട് കൺട്രോൾ ചെയ്യുമ്പോൾ. കറണ്ട് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ആവശ്യം എപ്പോഴാണ് വരുന്നത്? നമ്മൾ ബാറ്ററി ഒക്കെ കുറച്ച് കൂടുതൽ ആണ് അവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ നമുക്കത് അത്യാവശ്യം തന്നെയാണ് കേട്ടോ, കാരണം എപ്പോഴും നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടിയിരിക്കും. പക്ഷേ ഒരു സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾക്ക് തന്നിട്ട് ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിൽ റിയോസ്റ്റാറ്റ് ഇല്ല എന്നതുകൊണ്ട് അത് പൊട്ടൻഷ്യോമീറ്റർ അല്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഓക്കെ. നമുക്ക് ഞാൻ തുടക്കത്തിലെ സംസാരിച്ചു, ഒരു പൊട്ടൻഷ്യോമീറ്ററും വോൾട്ട്മീറ്ററും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റ് EMF മെഷർ ചെയ്യാൻ? പർട്ടിക്കുലർ EMF മെഷർ ചെയ്യാൻ നമ്മൾ പ്രിഫർ ചെയ്യൽ എപ്പോഴും ആരാണ്? പൊട്ടൻഷ്യോമീറ്റർ ആണ്. എന്താ കാരണം? പൊട്ടൻഷ്യോമീറ്റർ വർക്ക്സ് ഓൺ നൾ ഡിഫ്ലക്ഷൻ മെത്തേഡ്. അതായത് പൊട്ടൻഷ്യോമീറ്ററിൽ നമ്മൾ റീഡിംഗ് എടുക്കുന്ന സമയത്ത് പൊട്ടൻഷ്യോമീറ്റർ സെല്ലിൽ നിന്ന് കറണ്ട് വലിക്കാത്ത സമയത്താണ് നമ്മൾ റീഡിംഗ് എടുക്കുന്നത് അല്ലേ? ബാലൻസിങ് പോയിന്റ് എപ്പോഴും എടുക്കുക? കറണ്ട് വലിക്കാത്ത സമയത്ത്. കറണ്ട് വലിക്കില്ല. അപ്പോൾ കറണ്ട് വലിക്കാത്ത സമയത്ത് ടെർമിനൽസിന് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ പേരല്ലേ EMF ഓഫ് ദ സെൽ? മനസ്സിലായോ? ഉദാഹരണത്തിന് നോക്കൂ. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഒരു സെല്ലുണ്ട്. ഈ സെല്ലിൻ്റെ അക്രോസിൽ ഞാൻ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. വോൾട്ട് മീറ്റർ. അപ്പോൾ വോൾട്ട് മീറ്ററിന് ഐഡിയൽ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റിയാണ്, പക്ഷേ പ്രാക്ടിക്കലി ഇറ്റ് ഹാസ് സർട്ടൻ റെസിസ്റ്റൻസ്. അപ്പോൾ എന്താ സംഭവിക്കും നോക്കൂ? സെല്ലിൽ നോക്കൂ, കറണ്ട് ഇതിലൂടെ വരും. ഓക്കെ. അപ്പോൾ എന്താ, സെല്ലിൽ നിന്ന് ഒരു ചെറിയ കറണ്ട് ആണെങ്കിലും ഇതിലൂടെ വരുമ്പോൾ ആ I ഇൻറ്റു ഈ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണോ ഉള്ളത് ഇൻറ്റു R, അത്രയും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇയാളത് ഇതിനെ ക്രോസിൽ നഷ്ടമായി കഴിച്ച് ബാക്കി എത്രയാണോ ഉള്ളത് അതാണ് ആര് മെഷർ ചെയ്യുക? വോൾട്ട് മീറ്റർ മെഷർ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ വോൾട്ട് മീറ്റർ ആൾവേസ് ഡ്രോസ് certain കറണ്ട് ഫ്രം ദ സെൽ. അതുകൊണ്ട് തന്നെ വോൾട്ട് മീറ്റർ കൃത്യമായിട്ട്, കാരണം സെല്ലിൽ നിന്ന് കറണ്ട് വലിക്കുന്ന സമയത്ത് ടെർമിനൽസിന് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ പേര് EMF എന്നല്ല, ടെർമിനൽ പീഡി. അപ്പോൾ ടെർമിനൽ പീഡിയാണ് ശരിക്കും ആര് മെഷർ ചെയ്യുന്നത്? വോൾട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത്. EMF കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? പൊട്ടൻഷ്യോമീറ്ററിനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അറ്റ് null point it does not draw any current from the cell and thus there is no potential drop due to internal resistance of the cell. Okay. അത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെല്ല് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഇവിടെ പിന്നെ സെല്ലിൻ്റെ അക്രോസിൽ സെല്ലിൽ എന്തുണ്ട്? ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട്. സെല്ലിൽ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിന് അക്രോസിലുള്ള I ഇൻറ്റു സ്മോൾ ആർ. കാരണം സെല്ല് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 വോൾട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ. ഇവിടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ അക്രോസിൽ ഈ 10 വോൾട്ടിൻ്റെ ചെറിയൊരു ഷെയർ, ഇപ്പോൾ ഒരു 1 വോൾട്ട് അല്ലെങ്കിൽ 0.1 വോൾട്ട് ഇവിടെ പോയി കഴിച്ച് ബാക്കിയുള്ളത് ഇയാൾ മെഷർ ചെയ്യുള്ളൂ. അതാണ് അതിൻ്റെ വേറെ എക്സ്പ്ലനേഷൻ. മനസ്സിലായല്ലോ? ഓക്കെ. യെസ്. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്. ഇവിടെ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണോ ഉള്ളത് അത് തന്നെയാണ്, കാരണം അതും ഇതും തമ്മിൽ എന്താണ്? പാരലലാണ്.
അപ്പോൾ സെല്ലിൻ്റെ അക്രോസിൽ എത്രയാണോ മെഷർ ചെയ്യുന്നത് അത് തന്നെയാണ് ഇയാൾ മെഷർ ചെയ്യുക കേട്ടോ. അതായത് ഒന്നുകൂടി ക്ലാരിറ്റി എടുക്കാം, ശ്രദ്ധിക്കൂ. ഇത് സെല്ല് 10 വോൾട്ടാണ്. ഇയാൾ ഇവിടെ ഞാനൊന്ന് വൃത്തിയിട്ട് വെക്കാം. ഇത് സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തുള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരു റെസിസ്റ്റർ നമുക്ക് നോക്കിയാൽ കാണോ? ഇല്ല, അത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. ഇയാൾ 6 വോൾട്ട്, അപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അക്രോസിൽ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ട്. ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് സപ്പോസ് അത് 1 വോൾട്ടാണെന്ന് വിചാരിക്കാം. കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി വോൾട്ട് മീറ്റർ ഇതിൻ്റെ അക്രോസിലാണ് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ട് മീറ്ററിന് എത്ര കിട്ടുള്ളൂ? ഈ 1 വോൾട്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കി എത്ര ഇവിടെ ഉണ്ടാവുക? 5 വോൾട്ടാണ് ഇവിടെ ഉണ്ടാവുക. 5 വോൾട്ട്. ആ 5 വോൾട്ടാണ് വോൾട്ട് മീറ്റർ ഇവിടെ മെഷർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? വോൾട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത് 5 വോൾട്ട് ആയിരിക്കും. ഓക്കെ, യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് എത്രയാണ്? 6 വോൾട്ടാണ്. ആ 6 വോൾട്ട് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? വോൾട്ട് മീറ്റർ സെല്ലിൽ നിന്ന് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അതുപോലുള്ള കാരണം എന്താ? വോൾട്ട് മീറ്ററിൻ്റെ ഐഡിയൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റിയാണ്. അതിനത് കറണ്ട് പോകില്ല, അപ്പോൾ ഇതിനത് വർക്ക് ചെയ്യില്ല. അപ്പോൾ പ്രാക്ടിക്കലി ഇതിന് എന്തുണ്ടാവും? ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു കറണ്ട് ഇതിൽ കൂടെ പോകും. ആ ചെറിയ കറണ്ട് വലിയ റെസിസ്റ്റൻസ് അതുള്ളത്. അതിലൂടെ പോകുമ്പോൾ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ് ഈ 5 വോൾട്ട്. പിന്നെ ഇതും ഈ സിസ്റ്റവും എന്താണ്? പാരലലാണ്. അപ്പോൾ ഇവിടെയുള്ള അതേ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നർത്ഥം. മനസ്സിലായോ? ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് അറ്റ് നൾ പോയിന്റ് ഇറ്റ് ഡസ് നോട്ട് ഡ്രോ ആര്? പൊട്ടൻഷ്യോമീറ്റർ എനി കറണ്ട് ഫ്രം ദ സെൽ ആൻഡ് ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. അപ്പോൾ കറണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഈ ഇന്റേണൽ റെസിസ്റ്റൻസിന് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവുള്ളൂ. അത് ഈ കേസിലില്ല എന്നാണ് പറഞ്ഞത്. ഓൺ ദി അതർ ഹാൻഡ് വോൾട്ട് മീറ്റർ ആൾവേസ് ഡ്രോസ് സെർട്ടൺ കറണ്ട് ഫ്രം ദ സെൽ. ആശയം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണെന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നോക്കുക, ഒരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി പൊട്ടൻഷ്യോമീറ്റർ അറേഞ്ച്മെൻറ്റ് വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. സെൽ ഓഫ് EMF 1.25 വോൾട്ട് ബാലൻസസ്. ഓക്കെ, E1 is equal to 1.25 volt, L1 is equal to 35 centimeter. If the cell is replaced by another cell E2, അതാണ് കണ്ടെത്തേണ്ടത്. ആ സമയത്ത് L2 is equal to 63 centimeter. ഈ E2 ആണ് കണ്ടത്. അപ്പോൾ ഞാൻ അതിന് തിരിച്ചിട്ടാണ്. E2 divided by E1 is equal to 63 divided by 35, or E2 is equal to 63 divided by 35 into E1 is 1.25. റെഡി അല്ലേ? 1.25. അത് നോക്കുക, നമുക്ക് 63 divided by എത്രയാണ്? 35 എത്ര കിട്ടുക? 1.28 ആണ്. This is equal to 1.8 into 1.25, which is equal to 2.25 into 1.25. This is 2.25 volt. ഇതൊരു കൺസെപ്ച്വൽ ക്വസ്റ്റൻ ആണത്. ക്യാൻ യു കൺസ്ട്രക്ട് എ പൊട്ടൻഷ്യോമീറ്റർ യൂസിങ് എ വയർ ഓഫ് ലെങ്ത് 1.5 മീറ്റർ ലോങ്? 1.5 മീറ്റർ വയർ കൊണ്ട് നിങ്ങൾക്ക് പൊട്ടൻഷ്യോമീറ്റർ ഉണ്ടാക്കാൻ പറ്റും. ദ ആൻസർ ഈസ് ഡെഫിനറ്റ്ലി യെസ്, പറ്റും. പക്ഷെ എന്താ പ്രശ്നം? യുവർ ആൻസർ ഈസ് യെസ്, എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം യൂഷ്വൽ പൊട്ടൻഷ്യോമീറ്റർ ഓഫ് വയർ ലെങ്ത് 10 മീറ്റർ. അങ്ങനെ 1.5 മീറ്റർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ 10 മീറ്റർ നീളമുള്ള വയർ കൊണ്ടുള്ള പൊട്ടൻഷ്യോമീറ്ററിനേക്കാളും, അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യോമീറ്റർ പിന്നെ എന്തിനാണ്? അതിന് എങ്ങനെ ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അതിൻ്റെ ആൻസർ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. വയറിൻ്റെ നീളം കൂടുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് കൂടും. അപ്പോൾ ഇവിടെ ഫോർ 1.5 മീറ്റർ ലോങ് അതിൻ്റെ കേസാണ് നമ്മൾ സംസാരിക്കുന്നത്. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്താ? വെരി ലാർജ് ആയിരിക്കും. അതിന് വെരി ലാർജാണ്, അല്ലെങ്കിൽ വെരി ഹൈ ആണ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ഹൈ ആയാലും സെൻസിറ്റിവിറ്റി എന്താ? സെൻസിറ്റിവിറ്റി വളരെ കുറവായിരിക്കും. സെൻസിറ്റിവിറ്റി കുറഞ്ഞാൽ ചെറിയ പൊട്ടൻഷ്യൽ EMFകളൊന്നും നമുക്ക് ആ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും മനസ്സിലായില്ലേ? വയറിൻ്റെ നീളം കുറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് വളരെ കൂടും. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് കൂടിയാൽ സെൻസിറ്റിവിറ്റി കുറയും. അതിന് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ,
നോക്കൂ, ദാറ്റ്സ് ദ എൻഡ് ഓഫ് കറണ്ട് ഇലക്ട്രിസിറ്റി. നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഡൗട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക. മൺഡേ എക്സാം ആണെന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടല്ലോ? ഓക്കെ, നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. താങ്ക് യു.